അവരെ ഇന്ന് 4-ാം ദിവസമാണ് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. 3 ദിവസത്തിന് മുന്നേ ഒരു രാത്രി മഴ പെയ്തു. രാവിലെ ആയപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം ജില്ലകളിലെ പല ഭാഗത്തും വെള്ളങ്ങൾ ക്രമാതീതമായി ഉയർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു രാത്രി ഉറങ്ങി രാവിലെ ആയപ്പോൾ പെട്ടെന്ന് വെള്ളങ്ങൾ ക്രമാതീതമായ നദികളിലും ചാലുകളിലും കുളങ്ങളിലും വെള്ളം ഉയർന്നു. അതിൻ്റെ റിയാക്ഷൻ ജനങ്ങളിൽ ഓരോരുത്തരും അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടും ഉണ്ടായി. പക്ഷെ അതിനു മുന്നേ ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ സാറ് 2-3 പ്ലാനുകൾ നേരത്തെ ഏറ്റ ഒരു സംഭവമാണ്. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് തന്നെ വളരെ ദുഷ്കരമായ ഒരവസ്ഥയാണ്. 2025 സെപ്റ്റംബർ മുതൽ 2026 സെപ്റ്റംബർ വരെ ഒരു കരാർ ഏർപ്പെട്ടിരുന്ന ഒരു ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് കിടപ്പുണ്ട്. അപ്പോൾ 2-3 പരിപാടിക്ക് ശ്രീ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കേണ്ട കാര്യവുമുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ 100 അല്ല 1000% ശരിയായിരുന്ന ഒരു പ്രവൃത്തിയാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രവർത്തിച്ചത്. അതിൽ അസഹിഷ്ണുത പൂണ്ട ചില മാധ്യമങ്ങൾ 10 വർഷം ഈ സംസ്ഥാനം ഒരു മുഖ്യമന്ത്രി ഭരിച്ചു. ആർക്ക് വേണ്ടി? സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയെ ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ബഹുമാന്യനായ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളും പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ പാർട്ടി സെക്രട്ടറി മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിന് മുന്നേ തന്നെ അദ്ദേഹം നമ്മളെ കേരളത്തിൽ നിന്നും വേറെ രാജ്യത്തേക്ക് യാത്ര ചെയ്തു. ആ ശവസംസ്കാര ചടങ്ങ് കിടക്കാതെ ആ പരിപാടിയിലൊന്ന് എത്തി നോക്കി അദ്ദേഹം പോയി. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, മലപ്പുറം ജില്ലയിലും പല വിഷയങ്ങളുണ്ടായി. വെള്ളപ്പൊക്കങ്ങളായാലും മലയിടിച്ചിലുകളും പല സംഭവങ്ങളും ഉണ്ടായി. അപ്പോൾ അവിടെ ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി ചെല്ലുന്നത് അറിഞ്ഞത് കൊണ്ട് ഓരോ വീട്ടുകാരും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആഹാരം ഞങ്ങൾ കൊടുക്കാമെന്ന്. അപ്പോൾ ഒരു അതിഥിയെ ഒരു വ്യക്തി സൽക്കരിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ആതിഥ്യ മര്യാദയുണ്ട്. ആ മര്യാദയുടെ ഭാഗമായിട്ടാണ് ആഹാരത്തിന് 1-2 വിഭവങ്ങൾ കൂട്ടുക എന്നുള്ളത്. അത് ഒപ്പിയെടുത്ത് ഈ തൂഫാൻ അല്ലെങ്കിൽ ഫ്ലഡും നടക്കുന്ന സന്ദർഭത്തിൽ അത് രണ്ടുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് വളരെ നിരുത്തരവാദപരമായ പ്രവൃത്തി ചെയ്ത ഈ മാധ്യമങ്ങൾ കഴിഞ്ഞ 10 വർഷം നമ്മളുടെ എല്ലാം നികുതിപ്പണം ഉപയോഗിച്ച് ധൂർത്തടിച്ചതിൻ്റെ 10-ൽ1 അംശം പോലും കാണിക്കാൻ ഈ മാധ്യമങ്ങൾ തയ്യാറായില്ല. ഒരു ചോദ്യം ചോദിക്കാൻ പോലും ഈ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്ന വസ്തുത നിലവിലുള്ളപ്പോഴാണ് ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ, അദ്ദേഹം 2 മാസം കഴിയുന്നതേ ഉള്ളൂ. 2 വർഷമാണെങ്കിൽ നമുക്ക് തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, 3 വർഷമാണെങ്കിൽ കാട്ടാം, 4 വർഷമായാലും നമുക്ക് തെറ്റായിട്ട് തന്നെ കാണണം. പക്ഷേ ഇവിടെ അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെല്ലാം മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്നതും അത് പകർത്തപ്പെടേണ്ടതുമാണ്. ഇവയാണ് എന്ത് ചെയ്തത്? ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വെടക്കാക്കി പല ഇഷ്യൂസും ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷേ കേരളത്തിൽ ഇന്ന് കോൺഗ്രസിൻ്റെ സൈബർ ടീമുകൾ 1000-കണക്കിന് 10,000-കണക്കിന് സൈബർ ടീമുകളുണ്ട്. ഈ സംസാരിക്കുന്ന ഞാനൊരു ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്ററാണ്. കൊല്ലം ജില്ലയിൽ കുണ്ട്ര മണ്ഡലത്തിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ.
ഇലക്ഷൻ കഴിഞ്ഞതോടു കൂടി കുറച്ച് കോർഡിനേറ്റർമാർ സൈബർ കോൺഗ്രസ്സുകാർ അടങ്ങിയിരിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ആവശ്യമില്ലാത്ത വിലപ്പലക്കുകൾ ഒഴിവാക്കുക. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരിപാടികൾ UDF ഗവൺമെൻറ് നടപ്പാക്കുമ്പോൾ അത് ജനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക എന്നതാണ് ആരോഗ്യകരമായ സമീപനം. അപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളോട് പറയാനുള്ളത്, 3.5 കോടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവയെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ സംസ്കാരവും മാധ്യമധർമ്മത്തിൽ ആരോഗ്യകരമായ സമീപനം. നമ്മൾ കൂടുതൽ വിഷയങ്ങളൊന്നും പറയുന്നില്ല. കാര്യം വിഴുപ്പലക്ക പോകേണ്ട ഒരു രാജ്യമല്ല നമ്മുടെ കേരളം. കേരളം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യക്ക് മാതൃകയായ ഒരു സംസ്ഥാനമാണ്, ഒരു ചെറിയ സംസ്ഥാനമാണ്. അപ്പം നമ്മൾ മറ്റുള്ള 28 സ്റ്റേറ്റുകൾ 27 സ്റ്റേറ്റുകൾക്കും മാതൃകയായി മാറേണ്ട നമ്മുടെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും ജനാധിപത്യവും കൂടെ കൂടിക്കലർന്ന ആരോഗ്യകരമായ ഒരു സമീപനം ജനങ്ങളിൽ എത്തിക്കുക എന്ന പ്രാഥമിക കർത്തവ്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്.